Sir, good morning and welcome to the show. Morning, Vishnu. Morning, viewers. സാർ എനിക്ക് ആദ്യമായി സാറിനോട് ചോദിക്കാനുള്ളത് അമേരിക്കൻ വിപണിയെ പറ്റിയാണ്. ഇന്നലെ അമേരിക്കൻ വിപണിയിലെ ഒരു ക്ലോസിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡൗ ജോൺസ് ഇൻഡെക്സ് നേരിയ ഒരു നേട്ടത്തിൽ, അതായത് 33 പോയിന്റിൻ്റെ ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തപ്പോൾ S&P 500 0.5% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. നാസ്ഡാക്കിൽ ഇന്നലെ 1.21% ഒരു ഇടിവിലുമാണ് ക്ലോസിംഗ് ഉണ്ടായത്. അമേരിക്കൻ മാർക്കറ്റിൽ സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? വിഷ്ണു, അമേരിക്കൻ മാർക്കറ്റിൽ ഇന്നലെ വീണ്ടും നമുക്കൊരു വീക്ക് ക്ലോസിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അണ്ടർടോൺ ഷോർട്ട് ടേമിൽ തീർച്ചയായിട്ടും അമേരിക്കൻ വിപണിയിലും ബെയറിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. സോ നമുക്ക് ലോ റിസ്ക് ആയിട്ട് അമേരിക്കൻ വിപണിയിലും ബൈങ് അവസരങ്ങൾ വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 43,200. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഓൾമോസ്റ്റ് ഒരു 1000 പോയിന്റിന്റെ ഇടിവ് ഡൗ ജോൺസ് ഇൻഡെക്സിൽ പ്രതീക്ഷിക്കാം. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് ഇനിയുള്ള സപ്പോർട്ട് ഏരിയ 21,200. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ ഹൈ ആയിട്ട് കാണുന്നത്. അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത മേജർ സപ്പോർട്ട് 20,900 പോയിന്റ്. ആൻഡ് ആ ഒരു സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വലിയൊരു സെൽ ഓഫ് ആയിരിക്കും നമുക്ക് നാസ്ഡാക്കിൽ കാണാൻ സാധിക്കുക. യെസ് സാർ, ഇനി കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ബ്രെൻഡ് ക്രൂഡ് 0.56% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ക്രൂഡ് ഓയിലോട്ട് വരുമ്പോഴും ഒരു 0.5% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രൂഡിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? നമ്മളിപ്പോ ലൈറ്റ് ക്രൂഡ് ഓയിലിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലൈറ്റ് ക്രൂഡ് ഓയിലിൽ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. ബട്ട് കഴിഞ്ഞ 2-3 സെഷൻസിൽ നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു സെല്ലിങ്ങിനെ തുടർന്ന് ഒരു ബയസ് വന്നിട്ട് ബെയറിഷായി മാറിയിട്ടുമുണ്ട്. സോ ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ കണ്ടിന്യൂ ടു വാച്ച് ദ സപ്പോർട്ട് അറ്റ് $70. ഇന്നലെ $70 സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യപ്പെട്ടു. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സെൽ ഓഫ് ക്രൂഡിലും പ്രതീക്ഷിക്കാം. യെസ് സാർ, ഗോൾഡിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ഒരു നേരിയ ഇടിവ് 0.06% ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിൽ സാറിന്റെ ഒരു വ്യൂ എന്താണ്? സ്വർണത്തിലെ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. ഇന്നലെ വീണ്ടും നമുക്കൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ആയിരുന്നു ന്യൂയോർക്ക് മെർക്കന്റൈൽ എക്സ്ചേഞ്ചിൽ കാണാൻ സാധിച്ചത്. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റോപ്പ് ലോസ് $2,925. യെസ് സാർ, നമ്മളിനി ആഭ്യന്തര വിപണിയിലോട്ട് വരുമ്പോൾ നിഫ്റ്റിയിൽ ഇന്നലെ ഒരു ട്രേഡിംഗ് ക്ലോസ് ചെയ്ത് 22,553 എന്നൊരു ലെവലാണ്, അതായത് 242 പോയിന്റിന്റെ ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. ഒരു ഗ്യാപ് ഡൗണിൽ ഇന്നലെ ഓപ്പൺ ചെയ്ത മാർക്കറ്റ് എന്നാൽ ക്ലോസ് ചെയ്യുമ്പോഴും ഏകദേശം ആ ഒരു 1% ഇടിവ് നിലനിർത്തിക്കൊണ്ടാണ് ഒരു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. നിഫ്റ്റി 50യിൽ സാറിന്റെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി 50യിൽ അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുന്നു. ആൻഡ് ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന ഗ്യാപ് ഡൗൺ ബെയറിഷ് ക്ലോസിനെ തുടർന്ന് അണ്ടർടോൺ കുറെ കൂടെ ബെയറിഷായി മാറുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഇനി അടുത്ത മേജർ സപ്പോർട്ട് 22,400 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുമോ എന്ന് ഇപ്പൊ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. നിഫ്റ്റിയിൽ ഇന്ന് ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി വളരെ കുറവായിട്ടാണ് കാണുന്നത്. യെസ് സാർ, നിഫ്റ്റി ബാങ്കിലോട്ട് വരുമ്പോൾ ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു ലെവൽ 48,651 എന്നുള്ളതാണ്. 329 പോയിന്റിന്റെ ഒരു ഇടിവിലാണ് ബാങ്കിങ് സൂചിക ഇന്നലെ ക്ലോസ് ചെയ്തത്. ബാങ്കിങ് സൂചികയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്യാപ് ഡൗണിൽ തുടങ്ങിയ മാർക്കറ്റ് ആദ്യം ചെറിയൊരു ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് അങ്ങോട്ട് ഒരു ചെറിയ റിക്കവറി എടുക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഏതായാലും ക്ലോസ് ചെയ്തപ്പോൾ 0.67% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. ബാങ്ക് നിഫ്റ്റിയിൽ സാറിന്റെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് നിഫ്റ്റി 50 അപേക്ഷിച്ച് സ്ലൈറ്റ്ലി ബെറ്റർ സിറ്റുവേഷൻ. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 50,000 പോയിന്റ്, അതിനുശേഷം 51,300 പോയിന്റ് റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഈ ഒരു സെക്ടറിലും കാണാൻ സാധിക്കുന്നില്ല. യെസ് സാർ, ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ സാർ, കഴിഞ്ഞ വെള്ളിയാഴ്ച വലിയ ഇടിവ് രേഖപ്പെടുത്തിയ ഒരു സെക്ടർ ആയിരുന്നു നിഫ്റ്റി ഓട്ടോ. എന്നാൽ ഇന്നലെ ഒരു ചെറിയ റിക്കവറി നിഫ്റ്റി ഓട്ടോയിൽ കാണാൻ സാധിച്ചിരുന്നു. നിഫ്റ്റി ഓട്ടോയിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിൽ സാറിന്റെ ഒരു ടേക്ക് എന്താണ്? നമ്മൾ M&Mന്റെ കേസ് എടുക്കുമ്പോഴേക്ക് M&Mല് കഴിഞ്ഞ ഒരു 1-1.5 മാസമായിട്ട് ഹെവി സെല്ലിംഗ് ആണ് നടന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുമുണ്ട്. ഇന്നലെ കണ്ടിരിക്കുന്ന റിക്കവറി നമുക്കൊരു ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. നമുക്ക് M&Mന്റെ കേസിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുമെങ്കിൽ
രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദ മൊമെന്റ് അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത്. സാർ മറ്റൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് ഓട്ടോ സെക്ടറിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു സ്റ്റോക്കാണ് ഏഷ്യർ മോട്ടോഴ്സിൽ സാറിന്റെ ഒരു ടേക്ക് എന്താണ്? ഏഷ്യ മോട്ടോഴ്സിന്റെ കേസിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഷോർട്ട് കവറിങ്ങിനെ തുടർന്ന് ഇതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 5100 രൂപയ്ക്ക് അടുത്ത് വന്നിട്ടുണ്ട്. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഇതിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 4800 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. യെസ് സാർ, മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് റെയിൽടെൽ കോർപ്പറേഷന്റെ ഒരു ഓഹരിയാണ്. കമ്പനി ഇന്നലെ പുതിയൊരു ഓർഡർ സ്വന്തമാക്കിയതായിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു. 288 കോടി രൂപ വാല്യൂ വരുന്ന ഒരു ഓർഡറാണ് കമ്പനി കരസ്ഥമാക്കിയിരിക്കുന്നത്. റെയിൽടെൽ കോർപ്പറേഷനിൽ സാറിന്റെ ഒരു ടേക്ക് എന്താണ്? റെയിൽടെൽ കഴിഞ്ഞ ജൂലൈ മാസം മുതൽ തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ അറ്റ് മൊമെന്റ് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. സാർ മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഒരു സ്റ്റോക്കാണ്. കമ്പനിക്ക് ചില ബ്രോക്കറേജ് കോളിൽ നിന്നുള്ള കോളുകളൊക്കെ ലഭിച്ചതായിട്ട് ന്യൂസുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല കമ്പനിയുടെ ഒരു പാസഞ്ചർ കണക്ക്, അതായത് കമ്പനിയിൽ ഇയർലി ഉള്ള ഒരു പാസഞ്ചേഴ്സിൻ്റെ ട്രാവലിങ്ങിൻ്റെ കണക്കൊക്കെ വർദ്ധിച്ചതായിട്ടുള്ള ന്യൂസുകളും ഉണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ഇൻഡിഗോ എയർലൈൻസിന്റെ കഴിഞ്ഞ 3-4 മാസത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 അപേക്ഷിച്ച് ഔട്ട് പെർഫോമൻസ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഔട്ട് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നിഫ്റ്റി 50 താഴോട്ട് വരുന്ന സമയത്ത് പോലും ഇൻഡിഗോ എയർലൈൻസിൽ കാര്യമായിട്ട് സെല്ലിംഗ് പ്രഷർ ഒന്നും തന്നെ വന്നിട്ടില്ല. അറ്റ് ദ മൊമെന്റ് ഇൻഡിഗോ എയർലൈൻസിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ലോ റിസ്ക് ബൈങ് അവസരം അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ 4100 നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 4800 രൂപയിലായിരിക്കും. യെസ് സാർ, മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് വിപ്രോയുടെ ഓഹരിയാണ്. IT സെക്ടറിൽ നിന്നുള്ള വിപ്രോയ്ക്ക് ഇന്നലെ ഒരു 3% മുകളിലേക്കുള്ള ഒരു വലിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് മാർക്കറ്റിൽ ക്ലോസ് ചെയ്തത്. വിപ്രോയിൽ സാറിന്റെ ഒരു ടേക്ക് എന്താണ്? വിപ്രോയുടെ കേസിൽ ഇറ്റ് ഈസ് ജസ്റ്റ് ഫോളോയിങ് ദ ട്രെൻഡ് ഓഫ് ദ IT സെക്ടർ. നമ്മൾ വിപ്രോയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും വിപ്രോയിൽ കാണാൻ സാധിക്കുന്നില്ല. അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പോൾ IT ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും IT ഇൻഡെക്സിൽ ഇന്നലെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിന് ശേഷം വലിയൊരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു IT ഇൻഡെക്സിൽ കാണാൻ സാധിച്ചത്. യെസ് സാർ, മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഭാരതി എയർടെലിൻ്റെയാണ്. ടെലികോം നിന്നുള്ള ഭാരതി എയർടെലിൻ്റെ ഒരു ഓഹരി നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ഒരു മാർക്കറ്റിൽ 2.3% ഒരു ഇടിവ് രേഖപ്പെടുത്തിയ ഒരു ക്ലോസിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആയിട്ട് കാണുന്നത് 1601 രൂപയാണ്. ഭാരതി എയർടെലിൽ സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? ഭാരതി എയർടെലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വൈസ് ആയിട്ടാണ് കാണുന്നത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 1540. യെസ് സാർ, മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് വണ്ടർലയുടെയാണ്. വണ്ടർലയുടെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ 2.5% ഒരു ഇടിവാണ് ഓഹരി രേഖപ്പെടുത്തിയത്. നിലവിൽ 618 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. വണ്ടർലയിൽ സാർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വണ്ടർലയിൽ നമുക്ക് ഒരു ബൈങ് അവസരവും ഇല്ല. ഈ ഒരു സ്റ്റോക്ക് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഇതിന്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 590 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. യെസ് സാർ, മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഓഹരിയാണ്. നിലവിൽ ഒരു 1.6% ഇടിവാണ് കഴിഞ്ഞൊരു ട്രേഡിംഗ് സെഷനിൽ ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. 1302 രൂപ എന്നൊരു പ്രൈസിലാണ് നിലവിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സാർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്ന 1160 രൂപ. ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 1445, അതിനുശേഷം 1845 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. യെസ്
സർ മറ്റൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് യൂണിയൻ ബാങ്ക് ആണ്. യൂണിയൻ ബാങ്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നലെ 1.5% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത്. നിലവിൽ 117 രൂപയ്ക്കാണ് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. യൂണിയൻ ബാങ്കിൽ സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? യൂണിയൻ ബാങ്കിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ഈ വർഷത്തിന്റെ ആരംഭം മുതൽ നിഫ്റ്റി 50 ഇൻഡെക്സും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ അപേക്ഷിച്ച് ഇറ്റ് ഈസ് ഗിവൺ us a little bit of ഔട്ട് പെർഫോമൻസ്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ വന്നിരിക്കുന്ന ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ വാച്ച് ചെയ്യുന്ന സപ്പോർട്ട് ഏരിയ 110 രൂപ. ബട്ട് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൊമെന്റം കാണണമെങ്കിൽ 125 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. യെസ് സാർ, മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ആണ്. കമ്പനിയുടെ ഒരു സ്റ്റോക്ക് ഇന്നലെ ട്രേഡ് ചെയ്തത് 0.5% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. 3350 രൂപയാണ് ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ സാറിന്റെ ഒരു ടേക്ക് എന്താണ്? ഹാലിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഇതിന്റെ ഒരു മേജർ സപ്പോർട്ട് 3200 രൂപയിലാണ് കാണുന്നത്. ആ ഒരു സപ്പോർട്ട് തന്നെയായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ 3950 അതിനുശേഷം 4600 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. യെസ് സാർ, മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് മസഗോൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് ആണ്. ഏതായാലും ഈ ഒരു സ്റ്റോക്ക് 1.4% ഒരു നേട്ടം ഇന്നലെ മാർക്കറ്റിൽ ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. 2151 രൂപയിലാണ് ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണുന്നത്. ഈ ഒരു ഓഹരിയിൽ സാറിന്റെ ഒരു വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? മാസഗോൺ ഡോക്കിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന് വളരെ ശക്തമായിട്ടൊരു സപ്പോർട്ട് ഏരിയ 1900 രൂപയിലുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 2350 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. യെസ് സാർ, മറ്റൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് പെട്രോനെറ്റ് LNG ലിമിറ്റഡ് ആണ്. കമ്പനിയുടെ ഒരു ഓഹരി 1% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഇന്നലെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തത്. നിലവിൽ 304 രൂപ എന്നൊരു പ്രൈസിലാണ് ഈ ഒരു ഓഹരി ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ സാറിന്റെ ഒരു വ്യൂ എന്താണ്? പെട്രോനെറ്റ് LNGയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. ബട്ട് എങ്കിലും ഈ ഒരു സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സലിന് ഒരു സാധ്യത കാണുന്നുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 295. ആൻഡ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 325, അതിനുശേഷം 340 ആയിരിക്കും. 340ന്റെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. യെസ് സാർ, മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ബർഗർ പെയിൻസ് ആണ്. കമ്പനിയുടെ ഒരു ഓഹരി 0.4% ഒരു ഇടിവായിരുന്നു ഇന്നലെ മാർക്കറ്റിൽ രേഖപ്പെടുത്തിയത്. നിലവിൽ 20 രൂപ എന്നൊരു പ്രൈസിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ സാറിന്റെ ഒരു വ്യൂ എന്താണ്? വിഷ്ണു, ബർഗർ പെയിൻസിൽ ഇന്നലെ ഇടിവല്ലായിരുന്നു, നല്ലൊരു സ്ട്രോങ് ക്ലോസ് ആയിരുന്നു ഈ സ്റ്റോക്ക് നമുക്ക് നൽകിയത്. ആൻഡ് കഴിഞ്ഞ ഒരു 2 ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ബർഗർ പെയിൻസിന്റെ കേസിൽ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ ഓൾറെഡി നടന്നു കഴിഞ്ഞു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 525 രൂപ. യെസ് സാർ, മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള ആക്സിസ് ബാങ്കിന്റെ ഒരു വ്യൂ ആണ്. ആക്സിസ് ബാങ്ക് 0.1% ഒരു നേരിയ നേട്ടത്തിലായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്തത്. ആക്സിസ് ബാങ്കിൽ സാറിന്റെ ഒരു വ്യൂ എന്താണ്? ആക്സിസ് ബാങ്കിന്റെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമ്മൾ ഈ ആഴ്ച റിക്കവറി കാണാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നയിക്കാൻ പോകുന്ന ഒരു സ്റ്റോക്കിൽ ഒന്ന് ആക്സിസ് ബാങ്ക് ആയിരിക്കും. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1040 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1140. സാർ, മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് കോൾ ഇന്ത്യയാണ്. കോൾ ഇന്ത്യ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ മാർക്കറ്റിൽ കാഴ്ചവെച്ചത് 0.4% ഒരു നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഈ ഒരു സ്റ്റോക്കിൽ സാറിന്റെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി കോൾ ഇന്ത്യയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. നമുക്ക് ഈ സ്റ്റോക്കിൽ കറന്റ്ലി ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം കാണുന്നുണ്ട്. സാർ, മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് DCX ഇന്ത്യ ആണ്. ഈ ഒരു ഓഹരിയിൽ സാറിന്റെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ പറയുന്നു. DCX ഇന്ത്യ. DCX ഇന്ത്യ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ട് ബെയറിഷായി തുടരുന്നു.
കൈവശം നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട സപ്പോർട്ട് ഏരിയ 238 രൂപ. യെസ് സാർ. മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ടാറ്റ പവറിൻ്റെ ഒരു ഓഹരിയാണ്. ടാറ്റ പവറിൻ്റെ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 0.7% ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. നിലവിൽ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന പ്രൈസ് 354 എന്നുള്ളതാണ്. ടാറ്റ പവറിൽ സാർ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ടാറ്റ പവറിന്റെ കേസിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സലിനൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ബട്ട് ഈ സ്റ്റോക്കിന് ഈ ആഴ്ചത്തെ ട്രേഡിൽ 375 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 410 രൂപയിലായിരിക്കും. സാർ, മറ്റൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് NHPC ആണ്. ഇന്നലെ ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ ഒരു വലിയ ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. 3.3% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു സ്റ്റോക്ക് ഇന്നലെ ട്രേഡ് ചെയ്തത്. നിലവിൽ 77 രൂപയാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ആയിട്ട് വരുന്നത്. ഈ ഒരു ഓഹരിയിൽ സാർ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? NHPCയുടെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് ട്രെൻഡ് റിവേഴ്സലിനൊരു സാധ്യത കാണുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ചത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ആദ്യത്തെ 85, അതിനുശേഷം 93. യെസ് സാർ. മറ്റൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് അബാർ ഇൻഡസ്ട്രീസ് ആണ്. കമ്പനി ഇന്നലെ ഒരു 0.23% നേട്ടം, ചെറിയൊരു നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. 6448 എന്നൊരു പ്രൈസിലാണ് ഈ ഒരു ഓഹരി നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? അബാർ ഇൻഡസ്ട്രീസ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ വർഷത്തിന്റെ ആരംഭം മുതൽ തന്നെ കനത്ത സെല്ലിംഗ് ആയി സ്റ്റോക്ക് നേരിട്ടിരിക്കുന്നത്. ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ ഹൗഎവർ ഒരു ഷോർട്ട് കവറിംഗ് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഏരിയ ആദ്യത്തെ 6800, 7200, 7600. യെസ് സാർ. മറ്റൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് ഹാപ്പിയസ് മൈൻഡ് ടെക്നോളജീസ് ആണ്. കമ്പനി ഇന്നലെ ഒരു 7.29% വലിയ രീതിയിലുള്ള ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു ബൈയിങ് പ്രഷർ ഇന്നലെ ഈ ഒരു ഓഹരിയിൽ ഉണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോക്ക് സാർ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ എന്താണ്? അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്കിന്റെ ഷോർട്ട് ആൻഡ് ലോങ് ടൈം വ്യൂ എന്താണ് സാറിന്റെ? ഹാപ്പിയസ് മൈൻഡ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് വിഷ്ണു ചൂണ്ടിക്കാണിച്ചതുപോലെ മാർക്കറ്റിൽ ഇത്രയും വീക്ക്നെസ്, എസ്പെഷ്യലി ടെക്നോളജി മേഖലയിൽ ഇത്രയും വീക്ക്നെസ് കാണുന്ന സമയത്ത് പോലും ഇന്നലെ നമുക്ക് ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് ആയിരുന്നു ഹാപ്പിയസ്റ്റ് മൈൻഡിൽ കാണാൻ സാധിച്ചത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. 650 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ലോങ് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ഈ സ്റ്റോക്കിന്റെ റെസിസ്റ്റൻസ് ലെവലായ 785 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സർ, മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡ് ആണ്. ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിന്റെ ഈ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസ് നോക്കുമ്പോൾ 2.2% ഇടിവായിരുന്നു ഈ ഒരു ഓഹരി രേഖപ്പെടുത്തിയത്. നിലവിൽ 308 രൂപ എന്നൊരു പ്രൈസിലാണ് ഈ ഒരു ഓഹരി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ സാർ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ജൂപ്പിറ്റർ വാഗൺസ് അഗെയിൻ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും കറന്റ് ലെവൽസിൽ കാണാൻ സാധിക്കും. സാർ, മറ്റൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് NTPC ഗ്രീൻ എനർജിയാണ്. ഇന്നലെ ഒരു ഇടിവ് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് 6% മുകളിലേക്കുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ഇന്നലെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തത്. നിലവിൽ 98 രൂപ എന്നൊരു പ്രൈസാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ സാറിന്റെ ഒരു ഷോർട്ട് ആൻഡ് ലോങ് ടൈം വ്യൂസ് എന്തൊക്കെയാണ്? NTPC ഗ്രീൻ എനർജിയിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ലിസ്റ്റിംഗിന് ശേഷം തുടർച്ചയായിട്ട് ഈ സ്റ്റോക്കിൽ ഒത്തിരി സെല്ലിംഗ് പ്രഷർ നടന്നിട്ടുണ്ട്. ആൻഡ് ഇന്നലത്തെ ആ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആൻഡ് വീക്ക് ക്ലോസിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇറ്റ് ഇസ് അറ്റ് എ ന്യൂ ഓൾ ടൈം ലോ. സോ പൂർണ്ണമായിട്ടും ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. യെസ് സാർ. സാർ, നമുക്കിനി മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് മെഡിക്കോ റെമഡീസ് ആണ്. ഇന്നലെ 2.54% ഒരു ഇടിവായിരുന്നു ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചത്. നിലവിൽ 64 രൂപ എന്നൊരു പ്രൈസിലാണ് ഈ ഒരു ഓഹരി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വ്യൂവിൽ സ്റ്റോക്കിൽ സാർ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? മെഡിക്കോ റെമഡീസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടന്നിട്ടുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ട്രേഡിംഗ് ലിക്വിഡിറ്റി വളരെ വളരെ കുറവാണ്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 60 രൂപയുടെ സപ്പോർട്ട് ലെവൽ ശ്രദ്ധിച്ചിരിക്കുക.
സാർ മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന കമ്പനിയുടെ ഓഹരിയാണ്. നിലവിൽ 1.83% ഒരു ഇടിവാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 1878 രൂപ എന്നൊരു പ്രൈസിലാണ്. ഈ ഒരു ഓഹരിയിൽ സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? ബ്ലൂ സ്റ്റാറിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. കൈവശം ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ പൊസിഷൻ, ബട്ട് 1680 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുമെങ്കിൽ 2080 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സാർ അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ടാറ്റ സ്റ്റീലിൻ്റെ ഓഹരിയാണ്. 2.2% ഒരു ഇടിവിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൽ ക്ലോസ് ചെയ്തത്. നിലവിൽ 137 രൂപയിലാണ് ഈ ഒരു ഓഹരി ട്രേഡ് ചെയ്യുന്നത്. ടാറ്റ സ്റ്റീലിൽ സാറിൻ്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് വ്യൂ എന്താണ്? ടാറ്റ സ്റ്റീലിൽ നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തെ പാറ്റേൺ നോക്കുമ്പോഴേക്കും നിഫ്റ്റി 50 അപേക്ഷിച്ച് ഇറ്റ് ഈസ് ഗിവൺ us ഔട്ട് പെർഫോമൻസ്. സോ ടാറ്റ സ്റ്റീലിന്റെ കേസിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടന്നിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ 128 ആയിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ. ബട്ട് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണുമെങ്കിൽ 155 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. താങ്ക് യു സാർ, ഇത്രയും വിവരങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവച്ചതിന്. ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റ് പ്ലസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായി ഇനി മാർക്കറ്റ് സ്ക്രീനറിൽ വീണ്ടും കാണാം.